ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വോക്ക് വിത്ത് അസ്. അപ്പം നമ്മുടെ ദുബായിലെ തേർഡ് വീഡിയോ ആണിത്. നമ്മൾ ദുബായിലെ എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഗോൾഡ് സൂക്കിൽ വന്നിട്ടുള്ളത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് കയറി കാണാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട് ആയതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളെ എന്താ സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടാവും. പിന്നെ ഒരുപാടൊക്കെ പെട്ടെന്ന് എന്താ പറയുക, ഫസ്റ്റ് തന്നെ വന്ന് കയറി കാണാനും പറ്റും. ഇതേപോലത്തെ ടൈപ്പ് വലിയ സൈസിലൊക്കെയുള്ള ബ്രേസ്ലെറ്റ്സും ഗോൾഡിൻ്റെ എല്ലാ തരം സാധനങ്ങളും കിട്ടും. ഇന്നത് എന്നില്ല, ഗോൾഡും സിൽവറും ഡയമണ്ട്സും എല്ലാ ഐറ്റംസും ഈ ഒരു മെറ്റൽ ഐറ്റംസ് ആയിക്കോട്ടെ അതുവരെ ഇവിടെ നിന്ന് കിട്ടും. ഒരു ലോങ് മാർക്കറ്റ് തന്നെയാണ്. നമുക്കൊരു 1 hour എടുക്കും കംപ്ലീറ്റ് മാർക്കറ്റ് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് മാത്രം, പർച്ചേസ് ചെയ്യാനല്ല, ചുറ്റി കാണാൻ വേണ്ടി മാത്രം. ഈ ഗോൾഡ് സൂക്കിൽ എന്ന് വെച്ചാൽ മുഴുവൻ ഫുള്ള് മോസ്റ്റ് ഓഫ് ദി ഷോപ്സും ഗോൾഡ് ഷോപ്സ് തന്നെയായിരിക്കും. മലയാളി ഷോപ്സ് ഉണ്ട്, പിന്നെ വേറെ കൺട്രിയിലെ ഷോപ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരുന്ന ഷോപ്സ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഹെവി ഗോൾഡ് തന്നെയാണ് മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു പീസസ് അല്ല, വലിയ വലിയ 5 കിലോ, എന്താ പറയുക 6 കിലോ, 3 കിലോ, അങ്ങനെ കിലോസിൽ വരുന്ന ഹെവി ഗോൾഡിൻ്റെ ഐറ്റംസാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്. കണ്ടോ നിങ്ങൾ, ഡ്രസ്സിൻ്റെ ടോപ്പൊക്കെ പോലെ. എൻ്റെ ലൈഫിൽ ഞാനിതൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഒരു ഡ്രസ്സൊക്കെ പോലെ ഗോൾഡിനെ കൊണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ ഇതുപോലെ വിവ, എമിറേറ്റ്സ് ഡയമണ്ട്സ്, കുറേ ഗോൾഡി ഡയമണ്ട്സ്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, അൺപോളിഷ്ഡ് ആയിട്ടുള്ള പ്യുവർ ഗോൾഡിൽ വരുന്ന നൂലൊക്കെ പോലെ ഗോൾഡിനെ കൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ സ്ട്രാൻഡ് ഉണ്ടാക്കിയല്ല, ബ്രോച്ചസൊക്കെ പോലെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഈ മുന്നിലെ സ്കാർഫിൻ്റെയൊക്കെ രൂപത്തിൽ കണ്ടോ ഗോൾഡ് ചെയ്ത് വെച്ചിട്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അത്രയും ഇതിലാണ് അവർ ഓരോ സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലത്തെ ഇതൊന്നുമല്ല. ഇവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ട്രീറ്റിലാണ് വെച്ചിട്ടുള്ളത്. കിലോസ് ഓഫ് ഗോൾഡും ഡയമണ്ട്സൊക്കെ അത്രയും സേഫസ്റ്റ് ആണ്. ജാഗുറൊക്കെ കണ്ടു, എന്നാൽ ലുക്ക് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിനെ ഗോൾഡാണ്, പ്യുവർ ഗോൾഡാണ്. അതുപോലത്തെ ഒത്തിരി സ്റ്റാച്യൂസ് ഉണ്ട് ഗോൾഡിൻ്റെ. പിന്നെ ഇതൊക്കെ പല ഡയമണ്ട്സിൻ്റെ ഇതിൽ വരുന്ന റിങ്സും കാര്യങ്ങളാണ്. ഇത് കിരീടങ്ങളാണ് ഗോൾഡിൽ തന്നെ ചെയ്തെടുത്ത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ടെമ്പിൾ ഗോൾഡ് ചെട്ടി അതിലൊക്കെ വരുന്ന ഗോൾഡിൻ്റെ ബാംഗിൾസും നെക്ക് പീസൊക്കെ ഉണ്ട്. ഈ റിങ് കണ്ടോ നിങ്ങൾ, ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ റിങ്ങാണ്. 64 കിലോ ആണ് വരുന്നത്. അതിൽ ഡയമണ്ട് എന്ന് വെച്ചാൽ 5 കിലോ ഡയമണ്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഇതെന്ന് പറയുന്നത് $3 million അപ്രോക്സിമേറ്റ്. നേരെ തന്നെ ആലോചിച്ച് നോക്കിയാട്ടെ ഒന്ന്. പിന്നെ ദുബായിൽ നിങ്ങൾക്കറിയാം ടാക്സ് വേണ്ട, അതുകൊണ്ട് തന്നെ പൈസ കുറയും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാനും നല്ലതാണ്. പിന്നെ ഡിസൈൻ നമ്മൾ പറയുന്ന ഡിസൈനിൽ അവർ ചെയ്തു തരും നമുക്ക്. പിന്നെ കുറേ മലയാളി ഷോപ്സ് ഉണ്ട് അവിടെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് പോലത്തെ കുറേ അങ്ങനത്തെ ഷോപ്സും കുറേ നമുക്ക് കാണാൻ പറ്റും നാട്ടിലെ പോലെ. പിന്നെ മാനിക്വീൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡിൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് എന്താ അതിൻ്റെയൊക്കെ അത്രയും മൈന്യൂട്ടായിട്ടാണ് അതിൽ ഓരോ വർക്ക്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ഗോൾഡ് ഇതുപോലെ തൂക്കിയിട്ടിട്ടാണ് ഒരു ഷോപ്പിൽ പെർമിഷൻ എടുത്ത് കയറിയപ്പം അവിടെ ഗോൾഡൊക്കെ എന്തോ ഡോളിനെയോ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ വെച്ച് വെക്കൂലേ, അങ്ങനത്തെ പോലെ തൂക്കിയിട്ടിട്ടുള്ളത്. കാരണം അത്രയും ഇതായിട്ട് ഒന്നും പേടിക്കാനില്ല. കാരണം ഈ നാട്ടിൽ ഇതുപോലെ സ്ട്രീറ്റിൽ വെച്ചാലും റോബറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് ദുബായ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാച്യൂസ് ആണ്, കുറേ സ്റ്റാച്യൂസ് തന്നെയുണ്ട് അവിടെ. മാനിക്വീനൊക്കെ ഒത്തിരി മാനിക്വീനൊക്കെ പല ടൈപ്പിലുള്ള ഡ്രസ്സ്, മാസ്ക്, അതൊക്കെ ഗോൾഡിൽ ചെയ്തിട്ട് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. മലബാർ ഗോൾഡ് കണ്ടോ, നമ്മളെ നാട്ടിലെ മലബാർ ഗോൾഡിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണിത് ദുബൈയിലുള്ള. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാന്ന് കാണുന്നത്. പിന്നെ ഇത് സ്റ്റോൺസിൻ്റെ തന്നെ ഒരു കൈയിൻ്റെ ഇതിൽ കംപ്ലീറ്റ് അത് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നമ്മൾ ടെമ്പിൾ ഗോൾഡ്, ചെട്ടിനാട് അങ്ങനത്തെയൊക്കെ വരുന്ന ഗോൾഡ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ചെറിയ ദൈവത്തിൻ്റെ സ്റ്റാച്യൂസാണ് പ്യുവർ ഗോൾഡിൽ തീർത്ത. പിന്നെ ഇത് കംപ്ലീറ്റ്ലി പ്യുവർ ഡയമണ്ട്സ് ആണ്, ഗോൾഡിൽ പല സ്റ്റോൺസ് കൊടുത്തിട്ട് ചെയ്തത്. പിന്നെ അതുപോലെ ഇതുപോലത്തെ ഈ ഒറ്റ പീസ് ഇട്ടാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ നാട്ടിലെ വെഡ്ഡിങ്സിനെ പറ്റുള്ള, നമുക്കൊന്നും പറ്റില്ല. ഇതുപോലെ റോസല്ല ജ്വല്ലറി, കുറേ ജ്വല്ലറി ഉണ്ട്. എന്നാൽ ഖത്താൻ ജ്വല്ലറി, ബാഗ്ദാദ്, അങ്ങനെ ഒത്തിരി പേരുകളിലായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല, ഇനിയും നമ്മൾ വരും. അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം മറക്കണ്ട, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.